ഹായ് ഗൈസ്. സോ നമ്മുടെ കറൻ്റ്ലി നമ്മുടെ അപ്പോളോ ക്ലൈൻറ്റ് കോൺഫിഗർ ചെയ്ത് വെച്ചിരുന്നു നമ്മുടെ ആപ്ലിക്കേഷനിൽ. ഇനി നമ്മളെന്ന് വെച്ചാൽ നമുക്ക് റിയാക്ട് റൗട്ടറിൻ്റെ സെക്ഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. സോ റിയാക്ട് റൗട്ടർ നമ്മുടെ ആപ്പിൽ ബേസിക്കലി എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നാവിഗേഷൻ കൺട്രോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഓരോ റൗട്ടിനും ഡിഫറെൻറ്റ് കമ്പോണൻസ് ആണ് നമ്മൾ കാണിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, ലാൻഡിങ് പേജിന് ഉണ്ടാവും, സൈനപ്പ് ഉണ്ടാവും, പിന്നെ ലോഗിൻ ഫോം ഉണ്ടാവും. സോ അങ്ങനെ ഓരോ കമ്പോണൻറ്റിനും ഓരോ റൗട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കാൻ പ്ലാൻ ഉള്ളത്. ഓക്കെ, സോ റിയാക്ട് റൗട്ടർ ശരിയായി വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ടോപ്പ് ലെവൽ ആപ്പ് കമ്പോണൻ്റായിട്ട് ഉണ്ടാക്കണം. ഓക്കെ, സോ ഞാൻ നമ്മുടെ മോക്കപ്പ് ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ ടോപ്പ് ലെവൽ ആപ്പ് കമ്പോണൻറ്റിൽ എപ്പോഴും രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഹെഡർ എപ്പോഴും കാണിക്കേണ്ടി വരും നമുക്ക്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹെഡർ ഇത് ഓൾമോസ്റ്റ് സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺ മാത്രം മാറുന്നുള്ളൂ, ലോഗൗട്ട് മാത്രം മാറുന്നുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് സ്ട്രക്ചർ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും ഹെഡർ. പിന്നെയുള്ള റിയാക്ട് റൗട്ടർ വഴി വരുന്ന ചൈൽഡ് കമ്പോണൻറ്റിനെ കാണിക്കണം ഈ കമ്പോണൻറ്റ്. സോ ബേസിക്കലി ഹെഡർ ഒരു ഹെഡർ കമ്പോണൻ്റ് ആയിരിക്കും അത് അക്രോസ് യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അത് കണ്ടീഷണലായിരിക്കും. ഇപ്പോൾ സൈൻ ഇൻ ആണെങ്കിൽ ലോഗൗട്ട് കാണിക്കും, സൈൻ ഇൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ഇൻ ബട്ടൺസ് കാണിക്കും. ഓക്കെ, അതാണ്. പിന്നെ ഈ ഉള്ളിലത്തെ ബോഡി മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അത് നമുക്ക് എന്താ വെച്ചാൽ ചിൽഡ്രൻ വഴിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് സ്ട്രക്ചർ ബേസിക്കലി എന്ന് വെച്ചാൽ ഒരു ആപ്പ് ഉണ്ടാവും, പിന്നെ ഒരു ഹെഡർ ഉണ്ടാവും. ഹെഡറിൻ്റെ ഒപ്പം തന്നെ ഹെഡറിന് ശേഷം ബേസിക്കലി ഒരു ചിൽഡ്രൻ കമ്പോണൻസ് നമ്മൾ കാണിക്കുകയും വേണം ആപ്പിലുള്ളത്. സോ നമുക്ക് നമ്മുടെ index.file നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ റിയാക്ട് റൗട്ടറൊന്നും ഇമ്പോർട്ട് ചെയ്തെടുത്തിട്ടില്ല. സോ നമുക്കിത് റിയാക്ട് റൗട്ടറിൻ്റെ കോൺഫിഗറേഷനിലേക്ക് കിടക്കാം. സോ നമ്മളിപ്പോൾ അപ്പോളോ ക്ലൈൻറ്റ് അപ്പോളോ പ്രൊവൈഡർ വരെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ റൗട്ട് ഇൻഡെക്സ് റൗട്ട് പിന്നെ ഹാഷ് ഹിസ്റ്ററി ഫ്രം റിയാക്ട് റൗട്ടറിൽ നിന്ന് എടുക്കുന്നു നമ്മൾ. ഓക്കെ, അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം ഒരു കമ്പോണൻ്റ് കൂടി. ഇമ്പോർട്ട് ആപ്പ് കമ്പോണൻ്റ് ഞാൻ ചെയ്യാണ് ഫ്രം /, ഒരു കമ്പോണൻസ് ഫോൾഡറിൻ്റെ ഉള്ളിൽ കമ്പോണൻസിൻ്റെ ഉള്ളിൽ ഞാൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. കറൻ്റ്ലി ഇപ്പോൾ ഇല്ല, പക്ഷെ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളിവിടെ അപ്പോളോ ക്ലൈൻ്റൊക്കെ നമ്മൾ ഓൾറെഡി ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അപ്പോളോ പ്രൊവൈഡറിൻ്റെ ഉള്ളിൽ ഒരു empty div കൊടുത്തിട്ട്, empty div അല്ല, ഒരു ഓത്ത് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് കൊടുത്തിരുന്നു. സോ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്യണം, അതൊന്നും ആവശ്യമില്ല നമ്മുടെ കേസിൽ. നമ്മൾ നേരെ റൗട്ടറിലേക്ക് കിടക്കണം. സോ റൗട്ടറിൽ ഞാൻ ഹിസ്റ്ററി ബേസിക്കലി എന്തിനാണ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഹാഷ് ഹിസ്റ്ററിയുടെ പ്രോപ്പർട്ടിക്ക് ഞാൻ എന്താ കൊടുക്കുകയെന്ന് വെച്ചാൽ ഹാഷ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ് കൊടുക്കണം. ഹാഷ് ഹിസ്റ്ററി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ റൗട്ട് മെൻഷൻ ചെയ്യാം. റൗട്ടിൽ പാത്ത് ഞാൻ എന്താ കൊടുക്കണമെന്ന് വെച്ചാൽ ഇൻഡെക്സ് തന്നെയാണ് കൊടുക്കുന്നത്. /component ആപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, കറൻ്റ്ലി നമ്മൾ ആപ്പ് കമ്പോണൻറ്റ് ഉണ്ടാക്കിയിട്ടില്ല, അത് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. സോ അത് ഞാൻ ഓർത്ത് വെക്കണം, നിങ്ങൾ ഓർത്ത് വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ എറർ അടിക്കും. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ നമ്മൾ റൗട്ടറിൻ്റെ കേസിൽ ചെയ്തത്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, റിയാക്ട് റൗട്ടർ രണ്ട് തരത്തിലുള്ള ഹിസ്റ്ററി ഒബ്ജക്ട്സ് ഉപയോഗിക്കാം, ബ്രൗസർ ഹിസ്റ്ററിയും ഹാഷ് ഹിസ്റ്ററിയും. നമ്മൾ പക്ഷേ ഹാഷ് ഹിസ്റ്ററിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഹാഷ് ഹിസ്റ്ററി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എക്സ്പ്രസ് അല്ലെങ്കിൽ ബാക്ക് എൻഡ് കോൺഫിഗറേഷൻ കുറച്ച് ഈസി ആക്കും. ഓക്കെ, ഹോസ്റ്റിങ്ങിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗിറ്റ്ഹബ് പേജസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാത്ത് ഇഷ്യൂസൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷ് ഹിസ്റ്ററി യൂസ് ചെയ്യുന്നത്. URL ശരിക്കും റൗട്ട് എന്ന പോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. ബ്രൗസർ ഹിസ്റ്ററി ഉപയോഗിക്കണമെങ്കിൽ ബാക്ക് എൻഡിൽ കുറച്ച് റൂൾസൊക്കെ റീറൈറ്റ് ചെയ്യണം. ഓക്കെ, റീറൈറ്റ് റൂൾസൊക്കെ വേണം ബേസിക്കലി. അതുകൊണ്ട് ഡെവലപ്മെൻറ്റ് സമയത്ത് ഹാഷ് ഹിസ്റ്ററി ഉപയോഗിക്കുക പ്രൊഡക്ഷനിലെ ബ്രൗസർ ഹിസ്റ്ററിയേക്കാളും കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ
ഇത്ര എഴുതി ഇനി ആപ്പ് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഹാഷ് ഹിസ്റ്ററി നമ്മളിവിടെ യൂസ് ചെയ്യണമെന്നുള്ളത്. ഇനി നമുക്ക് ക്ലയൻറ്റിൽ ന്യൂ ഫോൾഡർ കമ്പോണൻസിൽ ഞാൻ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം, app.js എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ app.jsൽ ഞാൻ ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ കോൺസ്റ്റ് ആപ്പ്, ഇതൊരു ഫങ്ഷണൽ കമ്പോണൻ്റ് ആയിട്ട് എഴുതണം. അത് പ്രോപ്സ് റിട്ടേൺ div ഹെഡർ കമ്പോണൻറ്റ് കറൻറ്റ് അവൈലബിൾ അല്ല, പക്ഷേ ഞാൻ ഹെഡർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഹെഡറിന് ശേഷം നമ്മൾ വെച്ചാൽ props.children കൊടുക്കണം. props.children എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തില്ല, എക്സ്പോർട്ട് ഡീഫോൾട്ട് ആപ്പ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഇമ്പോർട്ടും ചെയ്തേക്കാം. ഇമ്പോർട്ട് ഹെഡർ ഫ്രം ഹെഡറിൽ നിന്ന് എടുക്കുന്നു. സേവ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെഡറും ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ അതിന് മുമ്പ് ഞാൻ പറയാം, ഇത് ഫങ്ഷണൽ കമ്പോണൻറ്റ് ആപ്പ് ഞാൻ എഴുതിയത് ഫങ്ഷണൽ കമ്പോണൻ്റാണ്. കാരണം ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ട് എഴുതിയെന്നുള്ളൂ ഫങ്ഷണൽ കമ്പോണൻറ്റ്. സോ ഞാൻ മിക്സ് ചെയ്ത് എഴുതണം, ക്ലാസ്സും ഫങ്ഷനിലും മിക്സ് ചെയ്ത് ഞാൻ കൂടുതൽ പക്ഷേ ഫോക്കസ് ക്ലാസ് കമ്പോണൻസാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ലൈക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചേഞ്ച് ചെയ്യാം, ഫങ്ഷണൽ കമ്പോണൻറ്റ് മാറ്റാനായിട്ട്. ഞാൻ ചുമ്മാ ക്ലാസ് ബേസ്ഡ് കമ്പോണൻസ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഹെഡർ എപ്പോഴും കാണിക്കണം ഇവിടെ. അതിന് ശേഷം റിയാക്ട് റൗട്ടർ വഴി വരുന്ന കമ്പോണൻറ്റ് props.children കിട്ടും. അത് ഡൈനാമിക്കായി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ props.children എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതായത് ആപ്പിലൊരു റാപ്പർ പോലെ വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഹെഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. header.js. ഓക്കെ, header.jsൽ ബേസിക്കലി ഞാൻ ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട്. എന്നിട്ട് ഇത് ഞാൻ ക്ലാസ് ബേസ്ഡ് ആക്കാണ്. ക്ലാസ് ഹെഡർ എക്സ്റ്റൻസ് കമ്പോണൻറ്റ്. ഓക്കെ, എന്നിട്ട് ഞാൻ റെൻഡർ റിട്ടേൺ ഡ്യൂ ഹെഡർ. നമുക്കൊരു റിട്ടേൺ ബ്രാക്കറ്റിലുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്തേക്കാം. എക്സ്പോർട്ട് ഡീഫോൾട്ട് ഹെഡർ സെമി. സോ ഇവിടെ നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഹെഡർ കമ്പോണൻറ്റ് വെറും പ്ലേസ് ഹോൾഡറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ചുമ്മാ ഹെഡർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നീട് നമുക്ക് ഇതിൽ ഓതൻറ്റിക്കേഷൻ അനുസരിച്ചിട്ട് സൈൻ ഇൻ സൈൻ ഔട്ട് ബട്ടണൊക്കെ നമുക്ക് കാണിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ലോഗിൻ ചെയ്തില്ലാണെങ്കിൽ സൈനപ്പ് സൈൻ ഇൻ ബട്ടൺ കാണിക്കണം. ലോഗിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സൈനപ്പ് സൈൻ ഇൻ ബട്ടൺ കാണിക്കണം. ലോഗിൻ ചെയ്ത ശേഷമാണെങ്കിൽ നമുക്ക് സൈൻ ഔട്ട് ബട്ടൺ കാണിക്കണം. സോ അതൊക്കെ നമ്മൾ ലേറ്റർ ഓൺ ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ കാണുന്നത് വെറും ഹെഡർ ടെക്സ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ ഫോൾഡർ സ്ട്രക്ചർ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ index.js ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മളെന്ന് വെച്ചാൽ ഒരു കമ്പോണൻറ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് കമ്പോണൻസിൽ 2 ഫയൽസ് ക്രിയേറ്റ് ചെയ്തു, app.jsഉം header.jsഉം. ഓക്കെ, ഞാൻ സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്ന് ടെർമിനലിൽ ചെക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ലല്ലോ, വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. വർക്ക് ആവുന്നുണ്ട്, കമ്പനിയിൽ വലിയ ഇഷ്യൂസൊന്നും കാണുന്നില്ല. എന്നിട്ട് നമുക്ക് ലോക്കൽ ഹോസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യാം. components app.
index.js. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. സോ ഞാനത് നമുക്കൊന്ന് റീലോഡ് ചെയ്തേക്കാം. സോ ഇപ്പോൾ നമ്മുടെ ഹെഡർ കറൻ്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ബേസിക്കലി ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്ത സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു കൊടുത്തത്. സോ അത് ഞാൻ ഓട്ടോ ഇമ്പോർട്ട് വെച്ച് കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതായിരുന്നു ഇഷ്യൂ വന്നിരുന്നത്. സോ ഇപ്പോൾ നമ്മുടെ റീലോഡ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ ഹെഡർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളും ഇതുപോലെ ചെക്ക് ഇൻ കേസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൺസോൾ ലോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, സോ ഹെഡർ എന്ന ഒരു ടെക്സ്റ്റ് കാണിച്ചാൽ ബേസിക്കലി ഇത് എന്ന് വെച്ചാൽ നമ്മുടെ സക്സസ്ഫുള്ളി വർക്ക് ആവുന്നുണ്ട്. നമ്മൾ എഴുതിയ കോഡ് ഇപ്പോൾ കറൻ്റ് വർക്ക് ആവുന്നുണ്ട്. സോ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ റിയാക്ട് റൗട്ടർ ഇൻസ്റ്റാൾ ചെയ്തില്ലെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ബേസിക്കലി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹെഡറിലെ ലോജിക്ക് നമുക്ക് ആഡ് ചെയ്യണം. സോ ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ ലോഗ് ഔട്ടെന്നും ഓതൻറ്റിക്കേറ്റഡ് അല്ലെങ്കിൽ സൈൻ എന്നൊക്കെ പറഞ്ഞ എഴുതി കാണിക്കണം. സോ അതൊക്കെ നമ്മൾ ലേറ്റർ ഓൺ വീഡിയോസിൽ ഗോ ത്രൂ ചെയ്യാം. സോ ഇന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. ആസ് യൂഷ്വൽ ഡൗട്ട്സ് കിട്ടി എററൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഡീബഗ് ചെയ്യാൻ നോക്കുക. എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പ് അപ്പ് ചെയ്യണം. താങ്ക്സ് ലോട്ട്, ബൈ.